2027 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു വലതുപക്ഷ പ്രസിഡന്റ് അവിടെ ഉണ്ടായിക്കൂടായില്ല. അത്തരമൊരു സാഹചര്യത്തിനുള്ള ഉണ്ടാവാനുള്ള എല്ലാ സാഹചര്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം താങ്കൾ സൂചിപ്പിച്ചതുപോലെ വളരെ സ്വാഭാവികമായി സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആണ് എങ്കിലും അവരുടെ സാമ്പത്തിക ബില്ല്, എല്ലാ ബില്ലും, സാമ്പത്തികമായ കാര്യങ്ങൾ, ബജറ്റ്, ഇതെല്ലാം പാർലമെന്റ് പാസ്സാക്കും. അപ്പം പോളിസിയുടെ കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന് നയം പ്രഖ്യാപിക്കാൻ സാധിക്കും. പക്ഷേ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട് ഫ്രാൻസിനെ സംബന്ധിച്ചിടത്തോളം. ഉദാഹരണമായിട്ട് ഉക്രൈൻ യുദ്ധത്തിൽ സഹായിക്കണമോ വേണ്ടയോ, അത് സാമ്പത്തിക ബാധ്യത വരുന്ന കാര്യമാണ്. പാർലമെന്റ് അനുമതി കൊടുക്കണം. കുടിയേറ്റ നയം രൂപീകരിക്കുന്ന സമയത്ത് എത്ര കുടിയേറ്റക്കാരെ സ്വീകരിക്കണം, അവരെ എങ്ങനെ പുനരധിവസിക്കണം, അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടവരും. തൊഴിലില്ലായ്മയുടെ പ്രശ്നം വരുമ്പോൾ എന്താണ് പാക്കേജ്, അവിടെ ഒരു റിവൈവൽ പാക്കേജ് പ്രഖ്യാപിക്കണമെങ്കിൽ അതിന് പാർലമെന്റിന് ബന്ധമാണ്. അപ്പോൾ എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ നയങ്ങൾ നടപ്പാക്കുന്നതിന് പാർലമെന്റിന്റെ പിന്തുണയില്ലാതെ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഒരു ഹങ് പാർലമെന്റ് അവിടെ ഉണ്ടായി. വേണമെങ്കിൽ ഇടതുപക്ഷ പാർട്ടികളോട് ചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധിക്കും. ആ ഗവൺമെന്റ് മാക്രോണിനോട് ആഭിമുഖ്യം പുലർത്തുന്ന ഒരു പ്രധാനമന്ത്രിയും ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. പക്ഷേ അദ്ദേഹത്തിന് വലതുപക്ഷ നയങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അവിടെയാണ് പ്രശ്നം. അവിടെ ഇടതുപക്ഷക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, പ്രത്യേകിച്ച് ഇക്കോ സോഷ്യലിസം, ഡെമോക്രാറ്റിക് സോഷ്യലിസം, ഗ്രീൻ പൊളിറ്റിക്സിന്റെ ആശയങ്ങൾ, ഇതിനെയെല്ലാം അംഗീകരിച്ചുകൊണ്ടും അതിനെ തൻ്റെ ഗവൺമെന്റിന്റെ നയപരിപാടികളിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ടും മാത്രമേ മാക്രോണിന് ഇനി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് ഒരുപക്ഷെ മാക്രോണിന്റെ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. മാക്രോണിന്റെ പാർട്ടി ഒരു റൈറ്റ് പാർട്ടിയാണ്, വലതുപക്ഷ പാർട്ടിയാണ്. അവരുടെ സാമ്പത്തിക നയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സാമ്പത്തിക നയമാണ് ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായിട്ടും ആ ക്ലാഷിനെ എത്രമാത്രം ബാലൻസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് മാക്രോണിന്റെ മുന്നിലുള്ള വലിയ വെല്ലുവിളിയായിരിക്കും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം രാജിവെച്ച് ഒരു പുതിയ പ്രസിഡൻഷ്യൽ ഇലക്ഷനിലേക്ക് പോയിക്കൂടായികയില്ല.